വടക്കേക്കോട്ടവാതിലിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലേക്കാണ്. അമേരിക്കൻ വൈറ്റ് ഹൗസിനെ സൂചിപ്പിക്കുന്ന തൂണുകളാണ് എന്നെ ഉള്ളിലേക്ക് ക്ഷണിച്ചത്. ഉറങ്ങിക്കിടക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ അത്ഭുത രൂപമാണ് ഇവിടെ പ്രത്യേകത. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നൊവേന എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. തുടർന്ന് എല്ലാ ബുധനാഴ്ചകളിലും നേർച്ചക്കന്നിയുമുണ്ട്. ഔസേപ്പിതാവിൻ്റെ ഊട്ടുതിരുനാളിന് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ ദേവാലയം സന്ദർശിക്കുന്നത്. അകത്തേക്ക് ഞാൻ കടന്നു ചെന്ന് ചുറ്റും നോക്കി. എന്നെ പെട്ടെന്ന് ആകർഷിച്ചത് മേൽക്കൂരയുടെ ഭംഗിയാണ്. വിദേശ രാജ്യങ്ങളിലെ ദേവാലയങ്ങൾ പോലെ വളരെ മനോഹരമായ ഒരു ഗോപുരമാണെന്ന് എനിക്ക് തോന്നി. ഔസേപ്പിതാവിൻ്റെ ലില്ലിപ്പൂക്കൾക്ക് ഒരു കഥ പറയാനുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാതാപിതാക്കളായ ജോവാക്കിം അന്ന ദമ്പതികൾ തങ്ങളുടെ സുന്ദരിയായ മകൾക്ക് വേണ്ടി സ്വയംവരം നടത്തി. വിരിയാത്ത ലില്ലിപ്പൂക്കളാണ് അവർ അതിനായി തിരഞ്ഞെടുത്തത്. ആരുടെ കയ്യിൽ വെച്ചാണോ ലില്ലിപ്പൂക്കൾ വിരിയുന്നത്, ആ മനുഷ്യനെയാണ് വരനായി നിശ്ചയിച്ചത്. സൽസ്വഭാവിയും സുന്ദരിയുമായ മാതാവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒത്തിരി പേർ വന്നു. എങ്കിലും ലില്ലിപ്പൂക്കൾ വിരിഞ്ഞില്ല. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കൈകളിലെത്തിയപ്പോൾ അത്ഭുതകരമായി ഈ ലില്ലിപ്പൂക്കൾ വിരിഞ്ഞുവത്രേ. മാതാവിനെയും ഔസേപ്പിതാവിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലും വിരിഞ്ഞത് തൂവെള്ള നിറത്തിലുള്ള ലില്ലിപ്പൂക്കളാണ്. വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ രൂപമുണ്ട്. ദേവാലയത്തിൽ എവിടെ നിന്ന് നോക്കിയാലും അൾത്താര കാണുവാൻ സാധിക്കുന്നുണ്ട്. പെസഹ വിരുന്നാണ് അവിടെ 3D വേർഷനിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ക്രൂശിതനായ യേശുക്രിസ്തുവിനെ വണങ്ങിക്കൊണ്ട് ഞാൻ നടന്നു. നല്ല പ്രാർത്ഥന അന്തരീക്ഷമാണ് ഞാനിവിടെ അനുഭവിച്ചറിഞ്ഞത്. ജപമാല മാസത്തോടനുബന്ധിച്ചാണ് സാരി ഉടുത്ത മാതാവിൻ്റെ രൂപം അൾത്താരയുടെ മുൻപിൽ തന്നെ വെച്ചിരിക്കുന്നത്. തൊട്ടടുത്തായി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുസ്വരൂപവുമുണ്ട്. അൾത്താരയിൽ ഒരു വശത്തായി തിരുക്കുടുംബം നിൽക്കുന്നുണ്ട്. തിരുക്കുടുംബത്തെ കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ്. ഇതാണ് സ്വപ്നദർശിയായ ഉറങ്ങിക്കിടക്കുന്ന ഔസേപ്പിതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപം. സ്വപ്നങ്ങളിലൂടെയാണ് എപ്പോഴും വിശുദ്ധ ഔസേപ്പിതാവിന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഉണ്ടായിട്ടുള്ളത്. മാതാവ് നിർമ്മലയാണെന്നും ദൈവം അറിയിച്ചതും ഉണ്ണീശോയെയും കൊണ്ട് പലായനം ചെയ്യണം എന്നറിയിച്ചതും എല്ലാം സ്വപ്നങ്ങളിലൂടെയായിരുന്നുവല്ലോ. കണ്ണടച്ച് നിൽക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ഉൾക്കണ്ണുകൊണ്ട് ഔസേപ്പിതാവ് നമ്മളെ നോക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. നേരത്തെ കണ്ട ഔസേപ്പിതാവിൻ്റെ രൂപത്തിൻ്റെ ചെറിയ രൂപമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായാണ് ശില്പി ഇത് കൊത്തിവെച്ചിരിക്കുന്നത്. ഒട്ടും തിരക്കില്ലാത്ത ഒരു ദിവസം നോക്കി വന്നതാണ് ഞാനിവിടെ. ഒത്തിരി പ്രാവശ്യം വന്നെങ്കിലും തിരക്കായത് കൊണ്ട് തിരിച്ചു പോകേണ്ടി വന്നു. എന്നാലും ഇന്ന് ഇവിടെ വന്ന് എല്ലാം ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ സാധിച്ചു.